കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഫോൺ സംഭാഷണത്തിന് ശേഷം സുഭാഷ് സുധീഷിനോട് പറയുന്നുണ്ട്, എടാ സുധീഷെ, നീ ഇത് പ്രഗ്നന്റ് ആണെന്ന്. ആ വാക്ക് മുറിയിൽ ഒരു ഇടിമുഴക്കം പോലെയാ പതിച്ചത്. ആർക്കും മനസ്സിലാവാൻ കഴിയാത്തൊരവസ്ഥ. എങ്ങനെ പ്രതികരണമെന്നറിയാതെ എല്ലാവരും തറഞ്ഞു നിന്നു. ഹരീഷാണ് അതിന് കാരണക്കാരനെന്ന് നീതുവിന്റെ അമ്മ പറയുന്നത് സുഭാഷ് കൂട്ടിച്ചേർത്തു. അയാളുടെ വാക്കുകളിൽ സങ്കടവും ദേഷ്യവും ഒരുപോലെ നിറഞ്ഞു നിന്നിരുന്നു. ഇതൊന്നും വിശ്വസിക്കാനാവാതെ എല്ലാവരും പരസ്പരം നോക്കി. ആർക്കും ഒന്നും സംസാരിക്കാനും കഴിയാത്തൊരവസ്ഥ. ഈ സമയത്താണ് ഹരീഷ് അങ്ങോട്ടേക്ക് കയറി വന്നത്. ഒന്നും അറിയാത്തവനെ പോലെ അവൻ ചോദിച്ചു, സുഭാഷേട്ടാ, നീതു. മുഴുവൻ കേൾക്കാൻ സുഭാഷ് ഒന്നും നിന്നില്ല. ഹരീഷിന്റെ ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുൻപേ തന്നെ സുഭാഷിന്റെ കൈകൾ അവന്റെ കർണത്തങ്ങ് പതിച്ചിരുന്നു. കാതടപ്പിക്കുന്ന ഒരു ശബ്ദത്തോടു കൂടെ ഹരീഷ് അങ്ങ് പിന്നിലേക്ക് വേച്ചുപോയി. എല്ലാവരും ഞെട്ടിത്തെറിച്ചു നിന്നു. സുഭാഷ് ഹരീഷിനെ അടിക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. കവളിൽ കൈവച്ച് വേദനയും അമ്പരപ്പും കലർന്ന മുഖത്തോടു കൂടെ ഹരീഷ് വിളിച്ചു, സുഭാഷേട്ടാ. സുഭാഷിന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. ദേഷ്യം കൊണ്ട് വിറക്കുന്ന ശബ്ദത്തിൽ തന്നെ അവൻ പറഞ്ഞു, നീ എന്നെ അങ്ങനെ വിളിക്കരുത്. എനിക്ക് നിന്നെ വിശ്വാസമായിരുന്നല്ലോ. ഇനി ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇങ്ങനെയാണോടെ നിന്റെ അനിയന്മാരെയൊക്കെ ഞാൻ വളർത്തിയെന്ന് എൻ്റെ വായടപ്പിക്കുന്ന രീതിയിലാണ് അവൻ എന്നോട് ചോദിച്ചത്. സുഭാഷ് നെഞ്ചു പൊട്ടുന്നുണ്ടായിരുന്നു. എടാ ഹരീഷെ, നീ ഇങ്ങനെ ചെയ്തു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ കുട്ടി കോളേജിൽ പഠിക്കുന്ന കുട്ടിയല്ലേ? നിനക്ക് എങ്ങനെ തോന്നി? സുഭാഷിന്റെ വാക്കുകൾ ഹരീഷിന്റെ ഹൃദയത്തിൽ അങ്ങ് തറഞ്ഞു കയറി. ഈ സമയത്തന്നെ സുധീഷ് ഇടപെട്ടു. സുഭാഷേട്ടാ, അവന് പറയാനുള്ളത് എന്താന്ന് വെച്ചാന്ന് പറയട്ടെ. പക്ഷേ സുഭാഷ് അടങ്ങാൻ തയ്യാറായില്ല. അവൻ എന്തു പറയാനാ? ആ കുട്ടി ഗർഭിണിയാ. ഹരീഷാണ് തൻ്റെ വയറ്റിൽ വരുന്ന കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ആ കുട്ടി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഒരു പെണ്ണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ കള്ളം പറയുമോ? സുഭാഷ് ദേഷ്യം കൊണ്ട് കിതക്കുന്നുണ്ടായിരുന്നു. ആ അമ്മ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാനൊന്നും പറ്റില്ല. ഹരീഷ് മകളെ ചതിച്ച് ഗർഭിണിയാക്കി എന്നൊക്കെ പറഞ്ഞ് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകുകയാണെന്നാ അവർ പറയുന്നത്. ഇവന് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? സുഭാഷ് ഹരീഷിനെ നോക്കി അലറിക്കൊണ്ട് പറഞ്ഞു. സുധീഷ് വീണ്ടും ചോദിച്ചു, എടാ ഹരീഷെ, നീ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നേ? ഹരീഷ് ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിന്നു. ഇത് സുഭാഷിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. ഇവൻ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് സുഭാഷ് വീണ്ടും ഹരീഷിനെ തല്ലാൻ ഒതുങ്ങി. എല്ലാവരും ഓടി വന്ന് അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് സുധീഷ് മുന്നിലേക്ക് വന്നു. ഞാൻ അവനോട് ചോദിക്കില്ലായിരുന്നു, അവൻ പ്രണയിക്കുന്ന പെൺകുട്ടിയല്ലേ നീതു? സുഭാഷ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? നീ എന്തായി പറയുന്നത്? സുധീഷ് ശാന്തനായി പറഞ്ഞു, സുഭാഷേട്ടാ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ആ കുട്ടിയുടെ വീട്ടിൽ കല്യാണത്തിന് സമ്മതിക്കാത്തത് കൊണ്ട് പ്രഗ്നൻ്റ് ആയാൽ സമ്മതിക്കുമെന്ന് വിചാരിച്ച് ചെയ്തതാണോ ഇവനെ? സുഭാഷ് തൻ്റെ സംശയം തുറന്നു പറഞ്ഞു. അങ്ങനെയല്ല സുഭാഷേട്ടാ എന്ന് ഹരീഷ് എന്തോ പറയാൻ ശ്രമിച്ചു. പക്ഷേ സുഭാഷ് അവനെ തടഞ്ഞു. നീ മിണ്ടിപ്പോവരുത്. കുടുംബത്തിന് അഭിമാനം കളഞ്ഞില്ലേ നീ? നോക്ക്, ഇനി നീ എൻ്റെ മുഖത്ത് നോക്കരുത്. സുഭാഷേട്ടാ എന്ന് വിളിച്ച് എൻ്റെ അരികിലേക്ക് വന്നു പോവരുത്. സുഭാഷ് കടുത്ത ദേഷ്യത്തോടു കൂടെ തന്നെ അകത്തേക്ക് പോയി. സുഭാഷ് പോയതിനു ശേഷം സുധീഷ് ഹരീഷിൻ്റെ അടുത്തേക്ക് വന്നു. നീ ആള് കൊള്ളാലോടാ ഹരീഷെ. സുഭാഷേട്ടൻ പറഞ്ഞതുപോലെ നീ ഇതുവിനെ കല്യാണം കഴിച്ചു തരില്ല എന്ന് കരുതി നീ ചെയ്തതാണോ ഇത്? അവിടേക്ക് വന്ന് നികേഷ് ചോദിച്ചു. ഹരീഷേട്ടാ, ഇതറിഞ്ഞിട്ട് ഞങ്ങളെപ്പോലെ ഒതൊന്നും അറിയിച്ചില്ലല്ലോ. അപ്പോഴേക്കും സുഭാഷ് തിരികെ വന്നു. എനിക്കിപ്പോൾ തോന്നുവാണ് ആ പെൺകുട്ടി അന്ന് ബാഗൊക്കെ എടുത്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നതിൻ്റെ കാരണം ഇതായിരുന്നുവെന്ന്. നീ തനിച്ച് കൂട്ടിക്കൊണ്ടുപോയി സംസാരിച്ചപ്പോൾ ഇങ്ങനൊരു കാരണമുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലടാ. നീ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം നിനക്ക് അപ്പോഴേ അറിയാമായിരുന്നു അല്ലേ? അതുകൊണ്ടല്ലേ നീ അവളെ തനിച്ച് കൂട്ടിക്കൊണ്ടുപോയി സംസാരിച്ച് സമാധാനമായി തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവിട്ടത്? സുഭാഷ് ഹരീഷിനെ നോക്കി പറഞ്ഞു. ഇത്രയൊക്കെ അറിഞ്ഞിട്ട് നിനക്ക് എങ്ങനെയാടാ തോന്നിയത് ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുയാക്കാൻ? നിന്നെ ഞാൻ എന്താടാ പറയേണ്ടത്? നിന്നെ ഞാൻ അങ്ങനെയാണോടാ വളർത്തിയത്? നമ്മുടെ വീടിനുള്ള ആ ഒരു ചീത്തപ്പേരൊന്നും പോരാഞ്ഞിട്ടാണോ ഇനി ഇതും കൂടി ഒരു പെണ്ണിനെ ചതിച്ച് ഗർഭിണിയാക്കിയെന്ന് സുഭാഷ് നിരാശയോട് ചോദിച്ചു. തിരുവനന്തപുരത്ത് ചെന്നാൽ ഉടനെ തന്നെ ഇവരുടെ കല്യാണം നടത്തണമെന്ന് സുഭാഷ് ഉറച്ച സ്വരത്തിൽ തന്നെ പറയാണ്. സുധീഷ് പറയുന്നുണ്ട്, ഇത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ, അപ്പം ആരും കേട്ടില്ലല്ലോ. ഇവൻ ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സുഭാഷ് തൻ്റെ സങ്കടം പ്രകടിപ്പിച്ചു. സുഭാഷിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശരി സുഭാഷേട്ടാ, അത് വിട്. ഹരീഷെ, നീ ഇനി ഇവിടെ നിൽക്കണ്ട. ഇനി സുഭാഷേട്ടൻ എന്തെങ്കിലുമൊക്കെ നിന്നെ പറയും, നീ പോയിക്കോ. ഹരീഷ് ഒന്നും പറയാതെ പുറത്തേക്ക് പോയി. അവൻ നേരെ നീതുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. എന്നാൽ ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇതേ സമയത്തിനെ സുഭാഷിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു. എടാ സുധീഷേ, ആ വീട്ടുകാർ എന്തോരം വിഷമിച്ച് കാണും. അവർ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു മകൾ കല്യാണത്തിന് മുൻപേ തന്നെ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അത് സഹിക്കാൻ പറ്റുമോ? അവൻ അവളെ ഗർഭിണിയാക്കിയിട്ട് ഇവിടെ വന്നിരിക്കുന്നു. അവൻ എന്തായിരിക്കും വിചാരിക്കുക? ഹരീഷ് അവളെ ചതിച്ച് ഗർഭിണിയാക്കി നാടുവിട്ടു എന്നൊക്കെയല്ലേ അവർ ചിന്തിക്കുക? സുഭാഷ് തൻ്റെ ഉത്കണ്ഠ പങ്കുവെച്ചു. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ? ഇപ്പോൾ അവർ പറയുന്നത് പോലെ തന്നെ പോലീസ് സ്റ്റേഷൻ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്താൽ എന്തായിരിക്കും? രണ്ട് കുടുംബത്തിന് നാണക്കേടാവില്ലേ? സുധീഷ് ആശ്വസിപ്പിച്ചു. സുഭാഷേട്ടാ, അവർ ദേഷ്യത്തിൽ പറയുന്നതാ. സുഭാഷേട്ടൻ അത് വിട്ടേക്ക്. നീതുവിനെ നമുക്കറിയാവുന്നതൊന്നുമില്ലല്ലോ.
അവർ തമ്മിൽ ഇഷ്ടത്തിലല്ലേ, അത് വലിയ തെറ്റൊന്നുമല്ലല്ലോ. സുഭാഷ് ദേഷ്യത്തോടു കൂടി തന്നെ സുധീഷിനെ നോക്കി. നീ അവനെ ന്യായീകരിക്കാനോടാ? ഞാൻ അവനെ ന്യായീകരിച്ചതല്ല സുഭാഷേട്ട. സുഭാഷേട്ടൻ പറയുന്നത് പോലെ അവരുടെ കല്യാണം നടത്താം. നമുക്കതുവരെ സുഭാഷേട്ടൻ അവനെ അടിച്ചിട്ടില്ല. എന്ത് പറയണമെന്ന് പോലും അവൻ അറിയില്ല. ഷോക്കായിട്ട് നിൽക്കുമായിരുന്നു അവന്. അവൻ്റെ മാനസികാവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ എന്ന് സുധീഷ് ചോദിച്ചു. എന്ത് മാനസികാവസ്ഥ? നീ ഈ കാര്യത്തിൽ അവനെ എങ്ങനെ വക്കാലത്ത് പറയണ്ട, സുഭാഷ് ദേഷ്യത്തോടെ പറഞ്ഞു. അതല്ല സുഭാഷേട്ട, അവർ തമ്മിൽ ഇഷ്ടത്തിലല്ലേ, അതിന് നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ? നടന്നതോ നടന്നു, അത് വിട്ടേക്ക് സുഭാഷേട്ട. തിരുവനന്തപുരത്ത് ചെന്ന ഉടനെ തന്നെ അവരെ രണ്ടുപേരെയും കല്യാണം നടത്താം, സുധീഷ് പറഞ്ഞു. തുടർന്ന് റൂമിലേക്ക് വന്ന നീതു ഹരീഷിന്റെ ഫോണിലേക്ക് വിളിച്ചു. ഫോൺ അറ്റൻഡ് ചെയ്ത ഹരീഷ് ആകാംക്ഷയോട് ചോദിക്കാണ്, നീതു നിനക്ക് സുഖമാണോ? എന്താ അവിടെ സംഭവിച്ചത്? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ ചേട്ടൻ എന്തിനാ എന്നെ വിളിച്ച് വഴക്ക് പറയുന്നത്? നീതു വളരെ ശാന്തമായി തന്നെ മറുപടി പറഞ്ഞു. ഇവിടെ വലിയ പ്രശ്നമായിരുന്നു ഹരീഷേ. അതൊക്കെ വിട്, നിനക്ക് സുഖമാണോ? ഹരീഷ് അത്ഭുതപ്പെട്ടു. നീ എന്താണ് ഇങ്ങനെ കാഷ്വലായിട്ടൊക്കെ സംസാരിക്കുന്നത്? നിന്റെ ചേട്ടൻ എന്നെ വിളിച്ച് എന്തൊക്കെയോ പറയുന്നു. എന്താ പറഞ്ഞത് എന്ന് നീതു ചോദിച്ചു. നീ പ്രഗ്നൻ്റ് ആണെന്നാ പറഞ്ഞത് എന്ന് ഹരീഷ് പറയണേ. നീതു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെയെന്ന് ചോദിച്ചാൽ എന്തു പറയാനാ, ഞാൻ പ്രഗ്നൻ്റാ. ഹരീഷ് ഞെട്ടി. എന്ത്, പ്രഗ്നൻ്റ് ആണെന്നോ? അതെന്താടി നീ അങ്ങനെ ചോദിക്കുന്നത്? എങ്ങനെ നീ പ്രഗ്നൻ്റ് ആവാൻ പറ്റും? നമ്മുടെ ഇടയിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ പ്രഗ്നൻ്റ് ആവും നീ? നിന്റെ ചേട്ടൻ എന്നെ ഫോൺ വിളിച്ച് നീ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. അതിന് കാരണക്കാരൻ ഞാനാണെന്ന് പറഞ്ഞു. എന്നെ എന്തൊക്കെയോ പറയുന്നു. ദേ നോക്ക്, നീ ശരിക്കും പ്രഗ്നൻ്റ് ആണോ? നീതു ഉറപ്പിച്ചു പറഞ്ഞു. അതെ, ഞാൻ പ്രഗ്നൻ്റ് ആണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ നീതു. ഹരീഷ് ആശയക്കുഴപ്പത്തിലായി. നീതു ചിരി അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഹരീഷേ, നീ എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നീ ഒരു അച്ഛനാവാൻ പോവുക, അതോർത്ത് നീ സന്തോഷിക്കല്ലേ വേണ്ടത്. ഹരീഷാകെ അസ്വസ്ഥനായി. നീ എന്താടി ഈ പറയുന്നത്? ഞാൻ എങ്ങനെയാ സന്തോഷമായിട്ടിരിക്കുക? അതെന്താ, അച്ഛനാവാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ട് നിനക്കെന്താ സന്തോഷമില്ലേ എന്ന് നീതു വീണ്ടും ചോദിക്കണേ. നീ ഇങ്ങനെ പറയല്ലേ, നീ എങ്ങനെ പ്രഗ്നൻ്റ് ആവാനാ? ഹരീഷ് വീണ്ടും ചോദിച്ചു. സുഭാഷേട്ടൻ കല്യാണത്തിന് മുൻപ് നമ്മുടെ കല്യാണം നടക്കില്ല എന്നല്ലേ നീ പറഞ്ഞിട്ടുള്ളൂ? പ്രഗ്നൻ്റ് ആവാൻ പാടില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ. നീതു തമാശ രൂപേണ പറയണേ. ഹരീഷ് ദേഷ്യത്തോട് പറഞ്ഞു. നീതു, എന്നെ എങ്ങനെ ടെൻഷൻ അടിക്കാതെ നീ എങ്ങനെ പ്രഗ്നൻ്റ് ആവുമെന്ന് അത് പറ. നീതു ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. നീ എന്താ വീണ്ടും വീണ്ടും അത് തന്നെ എങ്ങനെ ചോദിക്കുന്നത്? നീ പ്രഗ്നൻ്റ് ആവാൻ നമ്മുടെ ഇടയിലൊന്നും നടന്നിട്ടില്ലല്ലോ, പിന്നെ നീ എങ്ങനെ പ്രഗ്നൻ്റ് ആവും? അതും കൂടെ ഒന്ന് പറയാമെന്ന് ഹരീഷ് നിസ്സഹായനായി ചോദിച്ചു. നീതുവിൻ്റെ ശബ്ദം അങ്ങ് മാറി. അപ്പോൾ നീ എന്നെ സംശയിക്കുവാണോ ഹരീഷേ? എത്രയും പെട്ടെന്ന് തന്നെ നീ എന്നെ കല്യാണം കഴിക്കുമെന്ന് പറയുന്നത് കേട്ടില്ലേ ഞാനും നിന്നെ വിശ്വസിച്ചത്? ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ നീ എന്നെ ഒഴിവാക്കാൻ നോക്കുവാണോ? ഹരീഷ് ഒന്നും ഞെട്ടി. നീതു, ഞാൻ എന്താ പറയുന്നത്? നീതു തുടർന്നു. ഹരീഷേ, നീ പറയുന്നതൊക്കെ എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. നീ എന്നെ സംശയിക്കുന്നുണ്ട്. നീ എന്നെ ചതിക്കുമെന്ന് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞു. അപ്പോൾ പോലും എൻ്റെ ഹരീഷ് അങ്ങനെയൊന്നുമല്ല. അവൻ എന്നെ കല്യാണം കഴിക്കും, എൻ്റെ കുഞ്ഞിന് നല്ല അച്ഛനായിരിക്കുമെന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. എങ്ങനെ തോന്നി ഹരീഷെ ഇങ്ങനെ പെട്ടെന്ന് എന്നെ സംശയിക്കാൻ? ഹരീഷ് ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഞാൻ നിന്നെ സംശയിക്കൊന്നുമല്ല നീതു, പക്ഷേ എങ്ങനെ ഇതിങ്ങനെ പ്രഗ്നൻ്റ് ആയി? നീതു വാക്കുകൾ മുറിച്ചു. അങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ നിന്നെ പ്രണയിക്കുന്നു, അപ്പോൾ പിന്നെ പ്രഗ്നൻ്റാ. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ നീയല്ലേ? നിന്റെ ധൈര്യത്തിലാ ഞാൻ ഇവരോടൊക്കെ ഇങ്ങനെ വഴക്കിട്ട് കൂടുന്നത്. നീ എന്നെ ഇങ്ങനെ സംശയിച്ചാൽ പിന്നെ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ വെക്കുവാ ഹരീഷേൻ. നിന്നിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് നീതു പെട്ടെന്ന് അങ്ങ് ഫോൺ കട്ട് ചെയ്യാണ്. ഹരീഷ് ആകെ ടെൻഷനോട് കൂടെ നിന്നു. അവനൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പുറത്ത് നീതു അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. ഹരീഷ് തന്നോട് തന്നെ പറഞ്ഞു, ഇവളെന്താ ഇങ്ങനെയൊക്കെയെന്ന് പറയുന്നത് എന്ന്. അതിനുള്ള ഒരു സാധ്യതയില്ലല്ലോ. ഞാൻ കൈ തൊട്ടിട്ട് പോലുമില്ല, സംസാരിക്കാറില്ല. പിന്നെ എങ്ങനെ പ്രഗ്നൻ്റ് ആവുക? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അവിടേക്ക് വന്ന് സുധീഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ആള് കൊള്ളാലോടാ, പാവത്തെ പോലെ ഇരിക്കുന്നത് കണ്ടില്ലേ? ഹരീഷ് ദയനീയമായി പറഞ്ഞു. സുധീഷേട്ടാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇത് കേട്ട സുധീഷ് അങ്ങ് പൊട്ടിച്ചിരിച്ചു. ഹരീഷ് വീണ്ടും പറഞ്ഞു, ഞാൻ പറഞ്ഞത് സത്യം സുധീഷേട്ടാ, എന്നെ ഒന്ന് വിശ്വസിക്ക്. സുധീഷ് തമാശയായി ചോദിച്ചു, നീ ഒന്നും ചെയ്യാതെയാണോ ആ പെണ്ണ് പ്രഗ്നൻ്റ് ആയത്? ഞാൻ അച്ഛനാവുന്നതിന് മുൻപേ തന്നെ നീ എന്നെ വലിയച്ഛനാക്കിയല്ലോടാ. ശരി, അതൊക്കെ വിട്. അതേതായാലും ഒരു വിധത്തിൽ സന്തോഷമുള്ള കാര്യമാണല്ലോ. പോയിച്ച് റെഡിയാവ്, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. സുധീഷ് അകത്തേക്ക് പോകുമ്പോൾ തന്നെ ഹരീഷ് വീണ്ടും പറഞ്ഞു, സുധീഷേട്ടാ, സത്യമായിട്ടും ഇല്ല, ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് സുധീഷ് ചിരിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ ഭാസ്കരനും കൂട്ടുകാരും തറവാട്ടമ്പലത്തിന് സമീപം ഇങ്ങനെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഭാസ്കരനോട് ചോദിച്ചു, തിരുവനന്തപുരത്ത് സ്വന്തമായിട്ട് വീടുണ്ടോ എന്ന്. ഭാസ്കരൻ അല്പം അഹങ്കാരത്തോടെ പറഞ്ഞു, വീട് ഒരു ബംഗ്ലാവ് തന്നെയുണ്ട്, ചുറ്റും സ്ഥലവുമുണ്ട്. എനിക്ക് 3 ലോറി ഉണ്ടായിരുന്നു, നാഷണൽ പെർമിറ്റ്. എനിക്ക് 5 ലാംഗ്വേജസൊക്കെ അറിയാം. ഈ സമയത്താണ് സുഭാഷിൻ്റെ അമ്മയുടെ ആങ്ങള, അതായത് അവരുടെ അമ്മാവൻ അങ്ങോട്ടേക്ക് എത്തിയത്. ദേഷ്യം നിറഞ്ഞ മുഖത്തോടു കൂടെ തന്നെ അയാൾ ഒരാളോട് ചോദിച്ചു, എടോ എവിടെയാ അയാൾ? ഒരാൾ ഭാസ്കരനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ദാ അവിടെ ഇരിക്കുന്നു.
അവരോടൊപ്പമായിരുന്നു ചീട്ട് കളിക്കുന്നത്. അമ്മാവൻ വളരെ ദേഷ്യത്തോടു കൂടി ഭാസ്കരനെ നോക്കി. അവൻ എന്തു ധൈര്യത്തിലാടാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് അയാൾ ചോദിച്ചു. കൂടെയുള്ള ആൾ സമാധാനിപ്പിക്കാനും ശ്രമിച്ചു. ഞങ്ങൾ ഇപ്പോഴാ കണ്ടത്. തറവാട്ടമ്പലത്തിലേക്ക് വന്നിരിക്കുക. ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുതു നിന്ന് ഇനി അവിടെ നിന്നും പോവും. അവരെ അങ്ങ് വിട്ടേക്ക്. അമ്മാവൻ്റെ കോപം അങ്ങ് ആളിക്കത്തി. വിവരമില്ലേടോ തനിക്ക്? എൻ്റെ പെങ്ങളെ കൊന്നവനാ അവന്. ഈ നാട്ടിൽ കാലുകുത്തിയ പിന്നെ അവൻ്റെ കാല് ഞാൻ വെട്ടിയെടുക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. അങ്ങനെയുള്ളപ്പോൾ അവൻ ഈ നാട്ടിൽ 2 ദിവസം വന്ന് താമസിച്ച് തറവാട്ടമ്പലത്തിൽ തൊഴുതിട്ട് പോകുമെന്നോ? അപ്പോൾ ഞാൻ പറഞ്ഞ വാക്കിന് എന്ത് വിലയുള്ളത്? കൂടെയുള്ള ആൾ പറഞ്ഞു, നിങ്ങൾ നാട്ടിലില്ലായിരുന്നോ? രാവിലെ അല്ലേ വന്നത്? ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യാനാ? പോടാ എന്ന് പറഞ്ഞ് തിരിഞ്ഞ അമ്മാവൻ ഭാസ്കരനെ അവിടെയൊന്നും കണ്ടില്ല. ചുറ്റും നോക്കി ആൾ ചോദിച്ചു, അല്ല എവിടെ പോയി അവന്? അറിയില്ല എന്ന് കൂടെയുള്ള ആൾ മറുപടി പറഞ്ഞു. അവരെവിടെ താമസിക്കുന്നത് എന്ന് അമ്മാവൻ ചോദിക്കുന്ന സമയത്തിന് അവരുടനെ തന്നെ പോവും. പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട എന്ന് കൂടെയുള്ള ആൾ പറഞ്ഞപ്പോൾ അമ്മാവൻ കോപത്തോടു കൂടെ പറഞ്ഞു, പോടാ, ഇന്ന് തന്നെ ഞാൻ അവനെ വെറുതെ വിടില്ല. അവൻ നല്ല രീതിയിൽ തന്നെ ഈ നാട്ടിൽ നിന്നും പോകത്തുമില്ല. ഇതിനിടയിൽ തന്നെ ഹരീഷ് വളരെ വിഷമത്തോടു കൂടി ഇരിക്കുമായിരുന്നു. സുഭാഷേട്ടന് തന്നെ തല്ലിയത് അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. സുഭാഷ് ഹരീഷിൻ്റെ അരികിലേക്ക് വന്നു. ഹരീഷെ സുഭാഷ് വിളിച്ചു. സുഭാഷേട്ടാ. സുഭാഷ് ഹരീഷിൻ്റെ കവിളിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് ചോദിച്ചു, വല്ലാതെ വേദനിക്കുന്നുണ്ടോ? വേദനയൊന്നുമില്ല സുഭാഷേട്ടാ എന്ന് ഹരീഷ് പറഞ്ഞു. സുഭാഷ് വേദനയോടുകൂടെ പറഞ്ഞു, ഇപ്പോൾ പോലും നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. നീ നല്ല ഉത്തരവാദിത്തമുള്ളവനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ആ കുട്ടിയെ ആ കുട്ടിയെക്കുറിച്ച് നീ ചിന്തിക്കുക പോലും ചെയ്യാതെ ഇങ്ങനെയൊക്കെ ചെയ്തത് എനിക്ക് നല്ല വിഷമമുള്ള കാര്യമാണ് ഹരീഷേ. നീ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് എനിക്കിപ്പോൾ വരെയും മനസ്സിലായിട്ടില്ല. ദേ നോക്ക്, ഇനി ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കില്ല. കുറച്ച് നാൾ ഏതായാലും കഴിയട്ടെ. അങ്ങനെ കുറച്ച് നാൾ കഴിയട്ടെ എന്നൊന്നും നീ പറയാൻ നിൽക്കരുത്. തിരുവനന്തപുരത്ത് ചെന്നാൽ ഉടനെ തന്നെ നിങ്ങളുടെ കല്യാണമാണ്. നീതുവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ നല്ല ദേഷ്യത്തിലാണ്. അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഈ കല്യാണം ഉടനെ തന്നെ നടക്കണം. നീ വിഷമിക്കാതെ ഇതേതായാലും നടന്നു. അവരുടെ വീട്ടിൽ പറഞ്ഞ് സമ്മതിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കല്യാണം നടത്താൻ നോക്കാം. അവർ ബഹളം വെക്കുമ്പോൾ നീ ഒന്നും പറയരുത്. അവരുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടേ. പെട്ടെന്ന് തന്നെ ആ ഒരു ബാഗ് എടുത്ത് നീ എന്ന് റെഡിയായിക്ക്, നമുക്ക് പോവാമെന്ന് സുഭാഷ് പറഞ്ഞു. എന്താടാ ഹരീഷ്, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് സുഭാഷേട്ടൻ ചോദിക്കാണ്. ഒന്നുമില്ല സുഭാഷേട്ടാ എന്ന് സുഭാഷ് മറുപടി പറഞ്ഞു. തുടർന്ന് ഭാസ്കരൻ മുഖം കഴുകി തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി റെഡിയാകുമ്പോഴാണ് അങ്ങോട്ടേക്ക് അമ്മാവനും കൂട്ടുകാരും എത്തിയത്. എടാ ഭാസ്കര എന്ന് വിളിച്ചുകൊണ്ട് അമ്മാവൻ ഭാസ്കരനെ തല്ലാനായി വന്നു. മാറി നിൽക്കട അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞ് ഭാസ്കരൻ അയാളെങ്ങ് പിടിച്ചു തള്ളുകയാണ്. ഇത് കണ്ട് നികേഷ് അങ്ങ് ഞെട്ടി. എല്ലാവരും അങ്ങോട്ടേക്ക് വിളിച്ചു. അമ്മാവൻ വീണ്ടും ഭാസ്കരനെ തല്ലാനായി വരുന്ന സമയത്തന്നെ മാറി നിൽക്കട അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞ് ഓടി വന്ന് സുഭാഷ് അമ്മാവനെ അങ്ങ് തള്ളി മാറ്റി. സുഭാഷ് ചോദിക്കുന്നുണ്ട്, അമ്മാവ എന്താ ഇത്? കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ ഇങ്ങനെയുള്ള വഴക്കൊക്കെ കൂടണോ? ഇത് കേട്ട് അമ്മാവൻ ദേഷ്യത്തോട് ചോദിച്ചു, ആരാടാ നിന്റെ അമ്മാവൻ? എല്ലാവരും സംശയത്തോടു കൂടി മുഖം നോക്കി. അമ്മാവൻ തുടർന്നു, നിന്റെ അച്ഛൻ എൻ്റെ പെങ്ങളെ കൊന്നവനാ. നിങ്ങളും ഞങ്ങളുമായി യാതൊരുവിധ ബന്ധവുമില്ല. ഭാസ്കരൻ ഇടപെട്ടു. അതെ, ഞാൻ കൊന്നത് നീ കണ്ടിരുന്നടാ, ഒന്ന് പോടാ അവിടുന്ന്. അമ്മാവൻ അലറി. ഈ നാട് തന്നെ പറയുന്നുണ്ടല്ലോ നീയാ കൊന്നത് എന്ന്. ഞാൻ കാരണമായിരുന്നോ? പിന്നെ ഇപ്പം കുടുംബമായിട്ട് എൻ്റെ നാട്ടിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ബഹളം കേട്ട് ലളിത അങ്ങോട്ടേക്ക് ഓടി വന്നു. എന്താ പ്രശ്നമെന്നവർ ചോദിച്ചു. സുനന്ദ അങ്ങോട്ടേക്ക് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്നേരം ലളിത പറയുന്നുണ്ട്, കുടുംബമായിട്ട് ഇവിടെ വന്ന് താമസിച്ചപ്പോഴാ ഞാൻ വിചാരിച്ചതാ. സുധീഷ് ദേഷ്യത്തോടു കൂടി ചോദിച്ചു, ആരാണെങ്കിലും ആവശ്യമില്ലാതെ ദേഹത്ത് കൈവെക്കുന്നോ? നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. അമ്മാവൻ വീണ്ടും ഭാസ്കരനെ തല്ലാനായി വരുന്ന സമയത്തിന് അമ്മാവനെ പിടിച്ചങ്ങ് മാറ്റിക്കൊണ്ട് സുധീഷും സുഭാഷും പറഞ്ഞു. ലളിത എല്ലാവരോടും പറയാണ്, ഇവനാണ് ഭാസ്കരൻ്റെ അളിയൻ, സുഭാഷിൻ്റെ അമ്മാവൻ. സുധീഷ് അമ്മാവനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ പ്രശ്നമുണ്ടാക്കുന്നത്? വിരൽ ചൂണ്ടി അമ്മാവൻ പറഞ്ഞു, നിങ്ങളുമായിട്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. ഇവൻ എൻ്റെ പെങ്ങളെ കൊന്നവനാ. ഈ നാട്ടിലേക്ക് തിരിച്ചു വരരുതെന്ന് ഞാൻ ഇവനോട് പറഞ്ഞതാ. അവൻ വീണ്ടും വന്നിരിക്കുന്നു. എടാ എന്ന് വിളിച്ച് ഭാസ്കരൻ അമ്മാവൻ്റെ നേരെ വന്ന സമയത്തിന് പോടാ എന്ന് പറഞ്ഞ് പിടിച്ചങ്ങ് തള്ളുകയാണ് അമ്മാവൻ. ഇത് കണ്ട് ദേഷ്യത്തോടു കൂടി തന്നെ സുധീഷ് അമ്മാവൻ്റെ ഷർട്ടിനങ്ങ് കുത്തിനെ പിടിച്ചു. നീ എൻ്റെ ദേഹത്ത് കൈവയ്ക്കുന്നോടാ എന്ന് ചോദിച്ച് അമ്മാവൻ സുധീഷിനെ അങ്ങ് തല്ലാണ്. ഭാസ്കരൻ അലറി, എന്താണോ നിന്റെ പ്രശ്നം? എൻ്റെ മക്കളുടെ ദേഹത്ത് നീ കൈവയ്ക്കരുത്. സുധീഷിനെ തല്ലിയതിനു ശേഷം അമ്മാവൻ പറഞ്ഞു, മാറി നിൽക്കാൻ പറഞ്ഞാൽ അവിടെ അങ്ങ് നിനക്കെന്താടാ മാറി നിന്നാൽ? അപ്പോൾ അടി മേടിക്കും. നിന്റെ ദേഹത്ത് അടി വീഴുവടാ. ഭാസ്കരൻ തല്ലാനായി വരുന്ന സമയത്തിന് ലളിത ഇടപെട്ടു. പ്രശ്നമൊന്നും വേണ്ട ചേട്ടാ, വിട്ടേക്ക്. അമ്മാവൻ ലളിതയോട് ചോദിച്ചു, ലളിതേ നീ ഇവരുടെ കൂടെ കൂടിയല്ലേ? ലളിത പറഞ്ഞു, ഞങ്ങൾ കുടുംബമായിട്ട് ഒന്നിച്ചിട്ടൊന്നുമല്ല. ഞങ്ങൾ തറവാട്ടമ്പലത്തിലേക്ക് വന്ന സമയത്തിന് ഇവരും വന്നു.
ഇത് എൻ്റെ മകളാണ് സുനന്ദ. ഇവളും ഇവളുടെ ഭർത്താവ് അശ്വിനും ആദ്യമായിട്ടാണ് ഈ നാട്ടിലേക്ക് വരുന്നത്. അശ്വിൻ ഉടനെ തന്നെ വരും, വഴക്കൊന്നും വേണ്ട. നിധി സുഭാഷിനോട് പറഞ്ഞു. സുഭാഷ് ഏട്ടാ, ശരിക്കും ഇത് നിങ്ങളുടെ അമ്മാവനാണോ? സുഭാഷ് സങ്കടത്തോട് പറയുന്നുണ്ട്. അതേ മോളെ, ഞങ്ങളുടെ അമ്മയുടെ ആങ്ങളെയാ. അമ്മാവൻ ദേഷ്യത്തോട് പറഞ്ഞു. ഇയാൾ നിങ്ങളുടെ അമ്മയെ കൊന്നവനാ. ഇയാളെ ഇപ്പോഴും അച്ഛൻ എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഇതാണോ നിങ്ങളൊക്കെ നിങ്ങളുടെ അമ്മക്ക് കൊടുക്കുന്ന ബഹുമാനം? സുധീഷ് പറയുന്നുണ്ട്. ദേ നോക്ക്, നിങ്ങൾ പറയുന്ന കഥയൊന്നും ഞങ്ങൾക്കറിയില്ല. അച്ഛനാണ് ഞങ്ങളുടെ അമ്മയെ കൊന്നത് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ആരും അത് കണ്ടിട്ടില്ല. അമ്മയെ കൊന്ന് ഇയാൾ ജയിലിലേക്ക് പോയപ്പോൾ ആരും അറിയാതെ ഞങ്ങൾ അനാഥരായി നിന്നില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും എവിടെയായിരുന്നു? ഇയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറയുന്നു. അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഞങ്ങളുടെ കാര്യം നിങ്ങൾ ആരും നോക്കിയിട്ടില്ലല്ലോ. അമ്മാവൻ പറയുന്നുണ്ട്. ആര് പറഞ്ഞു നിങ്ങളെ നോക്കിയില്ല എന്ന്? 3 പേരെയും കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ഞാൻ വന്നതാ. ദേ ഇവൻ സമ്മതിച്ചില്ല. നാട്ടുകാരെ കൂട്ടി ഇവൻ്റെ കൂടെ നിൽക്കണോ അതോ എൻ്റെ കൂടെ വരണോ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ്റെ കൂടെ നിൽക്കണമെന്നാ നിങ്ങൾ പറഞ്ഞത്. സുധീഷ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ വെച്ച് ബന്ധം അവസാനിപ്പിച്ചങ്ങ് പോയോ നിങ്ങൾ? ഭാസ്കരൻ ദേഷ്യത്തോടെ പറഞ്ഞു. നിർത്തടാ, ഇപ്പം നിനക്കെന്താ വേണ്ടത്? നിന്റെ പെങ്ങളെ ആരാ കൊന്നതെന്ന് നിനക്കറിയണം. അത്രയല്ലോ. ഞാൻ തന്നെയാ കൊന്നത്. നീ എന്ത് ചെയ്യും? ഞാൻ വരും. ഇനിയും ഈ നാട്ടിലേക്ക് ഞാൻ ഇനിയും വരും. നീ എന്ത് ചെയ്യും? നിനക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അമ്മാവൻ താക്കീത് നൽകി. നീ മിണ്ടിപ്പോവരുത്. കുടുംബമായിട്ട് വന്നതുകൊണ്ടാണ് ഞാനിപ്പം നിന്നെ വെറുതെ വിടുന്നത്. നീ തനിച്ചായിരുന്നു വന്നത് എങ്കിൽ ഞാൻ നിന്നെ ജീവനോട് നിർത്തിയങ്ങ് സംസാരിക്കില്ലായിരുന്നു. ഭാസ്കരൻ പുച്ഛത്തോട് പറഞ്ഞു. ഒന്ന് പോടാ, നീ ഒന്നും ചെയ്യില്ല. ചെയ്യുന്നവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കത്തുമില്ല. നീ സംസാരിച്ച് നിൽക്കുന്ന സമയത്തിനെ ഞാൻ അങ്ങ് ചെയ്തിട്ട് പോവും. ജയിലിലൊന്നും എനിക്ക് ഒരു പുതുമയല്ല. നേരത്തെ തന്നെ ഒരു കൊല ചെയ്ത് ജയിലിൽ പോയിട്ട് വന്നവനാ ഞാൻ. ഒന്ന് പോടാ അവിടുന്ന്. നികേഷ് പറയുന്നുണ്ട്. നിങ്ങളൊന്നും മിണ്ടാതിരിക്ക്. അന്നേരം ഒരാൾ ചോദിച്ചു. ആരാ ഈ പയ്യൻ? ഇവർ 3 പേരുമല്ലേ ഭാസ്കരൻ്റെ മക്കളുള്ളൂ? അമ്മാവൻ ക്രൂരമായി പറഞ്ഞു. എൻ്റെ പെങ്ങളെ കൊന്നത് പോരാഞ്ഞിട്ട് രണ്ടാമത്തൊരുത്തിയെ കൂടി കൂട്ടിക്കൊണ്ടു വന്നു. അവളെയും കൊന്നു. അവളുടെ മകനാ ഇവൻ. ഇത് കേട്ട നികേഷ് വിഷമത്തോടു കൂടെ നിന്നു. നിധി നികേഷിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അമ്മാവൻ ചോദിക്കുന്നുണ്ട്. എടാ ഭാസ്കര, ഇവനെ മാത്രമേ ഉള്ളൂ നിനക്ക് മക്കളായിട്ട്? അതോ വേറെ എവിടെയെങ്കിലും മക്കളൊക്കെ ഉണ്ടോ നിനക്ക്? നിധി ദേഷ്യത്തോടു കൂടെ പറഞ്ഞു. ദേ നോക്ക്, ആവശ്യമില്ലാത്ത സംസാരങ്ങളൊന്നും വേണ്ട. ഞങ്ങളിവിടെ തറവാട്ടമ്പലത്തിലേക്ക് വന്നതാ തൊഴുതു പ്രാർത്ഥിക്കാൻ. ഞങ്ങൾ പോവുക. പഴയതൊന്നും ഇനി ഇവിടെ പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ അമ്മാവനോട് ചോദിച്ചു. ഇപ്പോൾ നിങ്ങൾ വഴക്കിന് കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ പെങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടുമോ? അതോ ഭാസ്കരനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടുമോ? അവർ കുടുംബമായി വന്ന് തൊഴുതിട്ട് പോകുമെന്നാണ്. ഇനി എന്ത് പ്രശ്നമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? നിധി വീണ്ടും പറയുന്നുണ്ട്. നടന്നതൊന്നും മറക്കാൻ പറ്റില്ല, മാറ്റാനും പറ്റില്ല. നിങ്ങൾ പറഞ്ഞതൊക്കെ നടന്നിട്ട് ഒരുപാട് കാലമായല്ലോ. ഇപ്പോഴും നിങ്ങളുടെ ദേഷ്യം മാറിയില്ലേ? ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഉള്ള ബന്ധം കൂടി ഇല്ലാതാക്കേണ്ട. സുഭാഷ് പറയുന്നുണ്ട്. അമ്മാവാ. സുഭാഷ് അരികിലേക്ക് ചെന്നുകൊണ്ട് തന്നെ വിരൽ ചൂണ്ടിക്കൊണ്ട് അരികിലേക്ക് ചെന്ന സമയത്തിന് വിരൽ ചൂണ്ടിക്കൊണ്ട് അമ്മാവ പറഞ്ഞു. അടുത്തേക്ക് വരരുത്. നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും നടന്നൊന്നും എനിക്കൊന്നും മറക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും കൂടി ഈ നാട് വിട്ടു പോവണം. അതാ നിങ്ങൾക്കും എനിക്കും നല്ലത്. ഇനി ഇയാളെ ഇവിടെ കണ്ടുപോകരുത്. വാടാ പോവാം. അങ്ങനെ അമ്മാവൻ കൂട്ടുകാരെയും കൂട്ടിച്ച് അവിടെ നിന്നും പോവാണ്. ഭാസ്കരൻ പറയുന്നുണ്ട്. ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പടാ, ഇനിയും ഞാൻ ഇങ്ങോട്ടേക്ക് വരും. അച്ഛാ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് സുഭാഷ് ഭാസ്കരനെയും കൂട്ടിയിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. സുധീഷ് ചോദിക്കുന്നുണ്ട്. അയാളെ പേടിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണോ എന്ന്. സുഭാഷ് ഏട്ടൻ പറഞ്ഞു. നമ്മൾ ആരെയും പേടിച്ചിട്ടൊന്നുമല്ല പോകുന്നത്. നമ്മൾ തറവാട്ടമ്പലത്തിലേക്ക് തൊഴുതാൻ വന്നു. തൊഴുതു കഴിഞ്ഞു. ഇനി മടങ്ങി പോകുന്നു. നികേഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇങ്ങോട്ടേക്ക് ഒരിക്കലും വരില്ലേ എന്ന്. സുഭാഷ് പറയുന്നുണ്ട്. നമ്മൾ വരും നികേഷേ. ഇത് നമ്മുടെ നാടാ. നമ്മുടെ വീട്ടിൽ എന്ത് നടന്നാലും നല്ലത് നടന്നാലും നന്ന് പറയാൻ വേണ്ടി നമ്മൾ ഈ നാട്ടിലേക്ക് വരും. തറവാട്ടമ്പലത്തിൽ തൊഴുതിട്ട് പോവുകയും ചെയ്യും. ഭാസ്കരൻ സന്തോഷത്തോടെ പറഞ്ഞു. അങ്ങനെ പറയടാ സുഭാഷേ. നമ്മൾ വരും. മാസം ഇനി നമ്മൾ ഈ നാട്ടിലേക്ക് വരും. ഇവൻ എന്ത് ചെയ്യുമെന്ന് നമുക്കൊന്ന് കാണണമല്ലോ. സുഭാഷ് പറയുന്നുണ്ട്. ശരി അച്ഛാ, വാ നമുക്ക് പോവാം. അങ്ങനെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് സുഭാഷ് നേരെ അകത്തേക്ക് പോകുമ്പോൾ തോളിൻ്റെ വേദന സഹിക്കാനാവാതെ സുധീഷ് അവിടെ ഒരു കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അരികിലേക്ക് വന്ന നിധി ചോദിച്ചു. സുധീഷിന് വേദനയുണ്ടോ? അമ്മാവൻ വല്ലാണ്ടങ്ങ് തല്ലിയോ എന്ന്. ഏയ് ഒന്നുമില്ല എന്ന് സുധീഷ് പറഞ്ഞപ്പോൾ നിധി നിർബന്ധിച്ച് ഒന്ന് കാണിച്ചെന്ന് പറയാണ്. സാരമില്ല നിധി എന്ന് പറഞ്ഞ് സുധീഷ് പറഞ്ഞുവെങ്കിലും നിധി വിട്ടുകൊടുത്തില്ല. കാണിക്കാനല്ലേ പറഞ്ഞത്. അങ്ങനെ സുധീഷ് തൻ്റെ തോളിൽ ആ ഒരു തല്ലുകൊണ്ട് ചതുങ്ങിയ ആ ഒരു ഭാഗം നിധിയെ കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടപ്പോൾ നിധി സങ്കടത്തോടെ പറഞ്ഞു. നല്ല വേദന കാണുമല്ലോ. എങ്ങനെ തോന്നി അയാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് നിധി നേരെ മരുന്നെടുക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോയി. അങ്ങനെ തുടർന്ന് അങ്ങോട്ടേക്ക് വന്ന നിധി സുധീഷിൻ്റെ കയ്യിൽ ആ ഒരു മരുന്നിങ്ങനെ പുരട്ടി കൊടുക്കുകയാണ്. സുധീഷ് ആ ഒരു രംഗം സ്നേഹത്തോടു കൂടി ഇങ്ങനെ നിധിയെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു.
നിധി വിഷമത്തോടുകൂടെ തന്നെ ആ ഒരു മരുന്നിങ്ങനെ പുരട്ടുന്ന സമയത്തിന് സുധീഷ് ഒരു ചെറു പുഞ്ചിരിയോടുകൂടെ തന്നെ അവളെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡാട്ടോ ഇനി വരാനും പോകുന്നത്. ആ ഒരു ചെറിയ സ്പർശനം അവരുടെ ഇടയിലുള്ള സ്നേഹബന്ധം കൂടുതൽ ദൃഢമാക്കാനും കാരണമാകുന്നു. അങ്ങനെ ഒരുപാടധികം ഇഷ്ടത്തോടു കൂടി തന്നെ സുധീഷ് ഇങ്ങനെ നിധിയെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.